കാലുമ്മലാ മുട്ടിയത്, കാലിന്റെ നഖമാ പറഞ്ഞത്. പക്ഷേ കാലിലാണ് തട്ടിയതെങ്കിലും അവന്റെ തല അത് അനുഭവിക്കുന്നു, അവന്റെ കണ്ണ് അത് അനുഭവിക്കുന്നു, അവന്റെ ഹൃദയം അത് അനുഭവിക്കുന്നു, അവന്റെ ശരീരം മൊത്തം അത് അനുഭവിക്കുന്നു. അതിനാൽ പനി വരുന്നു. ആ പനി ശരീരത്തെ മൊത്തത്തിൽ പ്രതികൂലമായി അവൻ അനുഭവിക്കുന്നു. രാത്രി കടന്നിട്ട് ഉറക്കം വരുന്നില്ല. എന്താ ഉറക്കം വരാത്തത്? ഈ കാലിന്റെ മുറിയാണ്. കണ്ടോ, കണ്ണ് ഈ കാലിന്റെ മുറിവിന് വേണ്ടി ഉറക്കൊഴിച്ചു. കണ്ണിന് ഉറക്കം വരുന്നില്ല. എന്താ കാരണം? കാൽമത്തെ മുറിയാണ്. ഈ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് ഒരു മുറിവ് സംഭവിച്ചതിന് ശരീരം മൊത്തം അതിൽ പങ്കാളികളായതുപോലെ സമൂഹത്തിലെ ഒരു അംഗത്തിന് ഒരു ബുദ്ധിമുട്ട് സംഭവിച്ചാൽ ആ സമൂഹം മൊത്തം അതിൽ പങ്കാളികളാണ്. അവരെല്ലാവരും ഇങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂൽ ഒരു ശരീരത്തെ പോലെയാണ് ഈ സമൂഹത്തെ ഉപമിച്ചു തന്നത്. ഇതിൽ തന്നെ സഹകരിക്കേണ്ടതും നിസ്സഹകരിക്കേണ്ടതുമുണ്ട്. അത് ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. നിസ്സഹകരിക്കേണ്ട ഒരു ടീമുണ്ട്, അന്വേഷിക്കേണ്ടതില്ല എന്നല്ല, പോയി പണിയോക്കട്ടെ എന്ന് വെക്കേണ്ടുന്ന ചിലട്ടവും. എല്ലാവരും സഹകരണത്തിൽ, അത് ഞാൻ പറഞ്ഞ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കും. അതുകൊണ്ട് ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഫാസിഖ് മുബ്തദിയാണ്. ഫാസിഖിനോടും മുബ്തദിയോടും അന്വേഷണവും വേണ്ട, അവൻ എന്തായാലും വേണ്ടില്ല. ബിദ്അത്ത് അങ്ങേയറ്റം എത്തിയിട്ട് അല്ലാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഒരു സാധാരണക്കാരനും തരംതാഴ്ത്തു. നിങ്ങളെ നബവിയല്ലേ, നബി ഇമാമിനെ പറ്റി പറയാണ്. അങ്ങനെ അയിമ്മത്തിനെ നിസ്സാരമാക്കി തരം താഴ്ത്തിയിട്ട് ഒരു വിലയും കൽപ്പിക്കാതെ ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാതെ ഫുൾ ടൈം അള്ളാഹുവിന്റെ ഇബാദത്തിലും ഇൽമു കൊണ്ട് ശുഗലായി ദീനിന്റെ ഖിദ്മത്തിൽ അള്ളാന്റെ ദീന് കൊണ്ട് ശുഗലായ അയിമ്മത്തിനെ പരസ്യമായി സമൂഹത്തിന്റെ മുമ്പിൽ താറടിക്കുന്ന, ആക്ഷേപിക്കുന്ന, മോശമായി സംസാരിക്കുന്ന ഇത്തരം ആളുകളെ അവരുടെ സുഖദുഃഖങ്ങളിൽ അന്വേഷിക്കേണ്ട ബാധ്യത ഇവിടുത്തെ സുന്നത്ത് ജമാഅത്തിന്റെ മുസ്ലിമീങ്ങൾക്കില്ല. അവരുടെ സുഖത്തിലും ദുഃഖത്തിലും നമുക്കൊരു പങ്കുമില്ല. ബിദ്അത്തുകാരനെ സംബന്ധിച്ചിടത്തോളം സലാം ചൊല്ലിയാൽ അസ്സലാമു അലൈക്കും, അള്ളാന്റെ രക്ഷ നിനക്കുണ്ടാവട്ടെ എന്ന് പറയണ്ട. അവൻ ഇങ്ങോട്ട് സലാം ചൊല്ലിയാൽ നിനക്കും അള്ളാന്റെ രക്ഷ ഉണ്ടാവട്ടെ എന്ന് തിരിച്ച് അങ്ങോട്ടും ആശംസിക്കേണ്ട എന്ന് അള്ളാഹുവിന്റെ ശരീഅത്തുൽ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചതാണ്, അയിമ്മത്ത് നമ്മളെ പഠിപ്പിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീത്ത് കൊണ്ട് തന്നെയാണ് ഉലമാ അക്കാര്യം നമ്മളെ പഠിപ്പിച്ചത്. അപ്പൊ അങ്ങനെ നിസ്സഹകരിക്കേണ്ട കക്ഷികൾ വേറെ ഉണ്ട്, അതിലേക്ക് കടക്കുന്നില്ല. ഒരു ബിദ്അത്തുകാരന്റെ മുഖത്തേക്ക് നോക്കി അവനോടുള്ള അനുകൂല പ്രതികരണത്തിൽ സലാം ഒരു പുഞ്ചിരിച്ചാൽ, ഒരു ബിദ്അത്തുകാരന്റെ മുഖത്ത് നോക്കി അനുകൂല നിലപാട് സ്വീകരിച്ച് അവനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഒന്ന് അവന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചാൽ സലബല്ലാഹു മിൻ ഖൽബിഹി നൂറൽ ഈമാൻ, ഈമാനിന്റെ നൂറാനിയത്ത് അവന്റെ കൽബിൽ നിന്ന് അല്ലാഹു ഊരിക്കളയുന്ന ഒരു ബിദ്അത്തുകാരന്റെ മുഖത്ത് നോക്കി സന്തോഷത്തോടൊന്ന് പുഞ്ചിരിച്ചാൽ, വസാലിമാമ പറഞ്ഞത് ഒരു സൊഫില് ബിദ്അത്തുകാരൻ തന്റെ അടുത്ത് വന്നു നിന്നാ അവിടുന്ന് മാറിക്കണം എന്നാണ്. നിസ്കരിക്കാൻ നിൽക്കുന്ന സൊഫിൽ ഒരു ബിദ്അത്തുകാരൻ തന്റെ കൂടെ വന്നു നിന്നാൽ അവിടുന്ന് മാറിക്കണം. ഇത്രത്തോളം ബിദ്അത്തുകാരെ തൊട്ട് അകലാൻ വേണ്ടി കൽപ്പിച്ചിരിക്കുകയാണ്. സലാം ചെല്ലരുത്, അവരുടെ സലാം മടക്കരുത്, അവരുടെ മയ്യിത്ത് സംസ്കരണത്തിൽ പങ്കെടുക്കേണ്ടതില്ല. ബിദ്അത്തിൽ അറിയാതെ, അതിനെപ്പറ്റി ആശയം അറിയാതെ അനാദരവ് കൽപ്പിക്കാതെ, ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ കുഫ്രിയത്തിലേക്ക് എത്തിയ ബിദ്അത്തും അല്ലാത്ത ബിദ്അത്തുകളൊക്കെ ഉണ്ട്. നമ്മളെ ഇവിടെ ഈ നാട്ടിൽ നടക്കുന്നത് മുഴുവനും ഉലമാഇനെയും അയിമ്മത്തിനെയും സ്വാലിഹീങ്ങളെയും അള്ളാന്റെ റസൂലിനെയും തരം താഴ്ത്തി സംസാരിക്കുന്ന വളരെ മോശമായ ബിദ്അത്തുകാരാണ് ഇന്ന് നമ്മളെ കൺമുമ്പിൽ കാണുന്നതൊക്കെ. എങ്ങനെയെങ്കിലൊക്കെ ന്യായീകരിച്ച് ഒപ്പിച്ച് സലാം ചൊല്ലി മടക്കാൻ പറ്റിയ ഒരു ടീമല്ല നമ്മളെ മുമ്പിൽ നടക്കുന്നത്. ഇത് പറഞ്ഞാൽ സംഗതി വലിയ പ്രശ്നമാണ്. എന്തേ ബിദ്അത്തുകാർക്ക് സലാം ചെല്ലരുത്, ഇതുവരെ തർക്കട് ചെയ്ത ക്ലാസ്, അത് പറഞ്ഞത് കുറച്ച് ഓവറായി. എടോ, അത് കുറച്ച് ഓവറായി അല്ലേ? അള്ളാഹുവിന്റെ റസൂലിനെ ഒരു സാധാരണക്കാരനാക്കുകയും അള്ളാഹുവിന്റെ റസൂല് ഖബർ ഷരീഫിന്റെ ഉള്ളിൽ ഇപ്പോഴും കേടുകൂടാതെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പോർച്ചുഗീസുകാർക്ക് പോലും വിശ്വാസമുണ്ട്, ജൂതന്മാർക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ടല്ലേ ഭൂമിക്കടിയിലൂടെ തുരന്നിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ ആ ഷറഫാക്കപ്പെട്ട ശരീരം ഖബറിന്റെ ഉള്ളിൽ നിന്ന് തട്ടിയെടുക്കാൻ വേണ്ടി അത് മദീനത്തുള്ള കാലത്തോളം മദീനയെ ആക്രമിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ജൂതന്മാർ അത് തുരന്ന് ഭൂമിയുടെ ഉള്ളിൽ കൂടി തുരങ്കം കൊണ്ടുവന്നിട്ട് അത് അതിന്റെ ഉള്ളിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയെങ്കിലേ മദീനയെ ആക്രമിക്കാൻ കഴിയൂ എന്ന് മനസ്സിലാക്കിയ ജൂതന്മാർ മില്യൺ കണക്കിന് ഡോളർ ചെലവഴിച്ചിട്ട് ഭൂമിയുടെ ഉള്ളിൽ കൂടി തുരങ്കം സൃഷ്ടിച്ചു, മദീനയുടെ അതിർത്തി വരെ എത്തിച്ചു. വലിയ ഒരു വല്ലാത്തൊരു ചരിത്രമാണത്. നമ്മളതിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് ജൂതന്മാരുടെ പോലും വിശ്വാസം മദീനത്തെ ഖബർ ഷരീഫിന്റെ ഉള്ളിൽ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് എന്നാ അയിമ്മത്ത് നമ്മളെ പഠിപ്പിച്ചത്. അള്ളാഹുവിന്റെ റസൂൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് മാത്രമല്ല, പിന്നെ അള്ളാഹുവിന്റെ റസൂൽ ലോകത്ത് ഇങ്ങനെ ചുറ്റിക്കറങ്ങി സഞ്ചരിക്കുകയാണ്. ഈ മജ്ലിസിൽ റസൂലുള്ളാഹി ഉണ്ടാകുന്ന
തങ്ങളുടെ ഹുളൂർ കൊണ്ട് ഈ മജ്ലിസ് ധന്യമാണെന്നാണ് നമ്മുടെ വിശ്വാസം. ഫതാവുൽ കുബ്രയിൽ ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത് കാണാം. റൂഹിനെ പറ്റി ഒരു ചർച്ചയുണ്ട് ഫതാവുൽ കുബ്രയിൽ. എന്താ റൂഹ്? മാ മിൻ അബ്ദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു അലയ്യ റൂഹി എന്ന ഒരു ഹദീസ് ചർച്ചക്കോ അള്ളാഹുവിന്റെ റസൂലിന്റെ മേലിൽ നമ്മൾ സലാം ചൊല്ലിയാൽ ആ സലാം അള്ളാഹുവിന്റെ റസൂൽ പറയാൻ, നിങ്ങൾ എന്റെ അടിമ എനിക്ക് സലാം ചെല്ലുമ്പോ, അള്ളാഹുവിന്റെ ഒരു അടിമ എനിക്ക് സലാം ചെല്ലുമ്പോൾ, എന്റെ അടിമ എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, അബ്ദുകൽ മിസ്കീനു യർജു, അബ്ദുക തങ്ങളുടെ അടിമ. അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെയാ പറഞ്ഞത്, എന്റെ അടിമകളേന്ന്. ഖുൽ യാ ഇബാദി, ഖുൽ നബിയെ തങ്ങൾ പറയൂ. എന്താ പറയേണ്ടത്? ഖൗലിന്റെ മഖൂൽ എന്താ? ഖുൽ എന്ന ഖൗലിന്റെ മഖൂൽ എന്താ? യാ ഇബാദി, യാ ഇബാദി എന്ന് പറയൂ. യാ ഇബാദല്ലാഹ് എന്ന് പറയൂന്നല്ല, യാ ഇബാദി എന്റെ അടിമകളെ എന്ന് പറയൂ. അള്ളാന്റെ റസൂലിനെ കൊണ്ട് അല്ലാഹു തആല ഉമ്മത്തിനെ എന്റെ അടിമകളെ എന്ന് വിളിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് അബ്ദുക്കൽ മിസ്കീനു എന്ന് പറഞ്ഞത്. മാ മിൻ അബ്ദിൻ, അല്ലാഹുവിന്റെ ഏതൊരടിമയും യുസല്ലിമു അലയ്യ എന്റെ മേല് സലാം ചെല്ലുമ്പോ എന്റെ റൂഹനെ അല്ലാഹ് മടക്കി തരാതിരിക്കില്ല. അപ്പൊ നമ്മൾ ഇവിടുന്ന് റസൂലുള്ളാഹിക്ക് സലാം ചൊല്ലി അള്ളാന്റെ റസൂലുള്ളാഹിന്റെ റൂഹനെ മടക്കി കൊടുത്തു. കുറച്ച് കഴിഞ്ഞിട്ട് വേറൊരാൾ സലാം ചൊല്ലി, അപ്പോൾ റൂഹനെ മടക്കി കൊടുത്തു. അപ്പൊ ആദ്യം കൊടുത്ത റൂഹനെ ഇങ്ങോട്ട് തിരിച്ചു പിടിച്ചാലല്ലേ രണ്ടാമത് മടക്കൽ നടക്കുള്ളൂ? എന്താ പോയി പറഞ്ഞതിനർത്ഥം എന്ന ഒരു ചർച്ച ഫതാവുൽ കുബ്രയിൽ ഉണ്ട്. ആ ചർച്ചക്കിടയിൽ ഒരുപാട് വിശദീകരണങ്ങൾ ഇതിന് നൽകിയിട്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, വൽ മുറാദു ബിർറൂഹി അൽ ഫറാഗു മിനശ് ശുഗ്ലി മിമ്മാ ഹുവ ബിസദദിഹി ഫിൽ ബർസഖ് മിനൻ നദരി ഫി അഅമാലി ഉമ്മത്തിഹി വൽ ഇസ്തിഗ്ഫാരി ലിമുസീഇഹിം വത്തറദ്ദുദി ഫി അഖ്താരിൽ അർദി ബിഹുലൂലിൽ ബറകത്തി ഫി മജാലിസിഹിം വഹുലൂരി ജനാസത്തി സ്വാലിഹി ഉമ്മത്തിഹി. അല്ലാഹുവിന്റെ റസൂൽ ഇപ്പോ എന്താ പണി? എന്താ ഇപ്പൊ റസൂലുള്ളാഹിക്ക് പണി? മിനൻ നദരി ഫി അഅമാലി ഉമ്മത്തിഹി, അവിടുത്തെ ഉമ്മത്തിന്റെ അമല് നോക്കിക്കാണുക. ഉമ്മത്ത് ചെയ്യുന്ന അമലുകൾ റസൂലുള്ളാഹി നോക്കിക്കാണുക. വൽ ഇസ്തിഗ്ഫാരി ലിമുസീഇഹിം, അവരുടെ കൂട്ടത്തിൽ തെറ്റ് ചെയ്ത ആളുകൾക്ക് അള്ളാഹുവിന്റെ റസൂൽ പൊറുക്കലിനെ തേടുകയാണ്. 5-8 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എല്ലാം വായിക്കുന്നില്ല. വത്തറദ്ദുദി ഫീ അഖ്താരിൽ അർദി ബിഹുലൂലിൽ ബറകത്തി ഫീ മജാലിസിഹിം, തങ്ങളുടെ ഉമ്മത്തികൾ സംഘടിപ്പിക്കുന്ന ഇൽമിന്റെയും ദിക്റിന്റെയും മജ്ലിസുകളിൽ ബറക്കത്ത് ചൊരിയാൻ വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചുറ്റിക്കറങ്ങുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്ത് സംഘടിപ്പിക്കുന്ന ഇൽമിന്റെ ദിക്റിന്റെ സ്വലാത്തിന്റെ മജ്ലിസുകളിൽ ബറക്കത്ത് ചൊരിയാൻ വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തങ്ങൾ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ റസൂലുള്ളാഹിക്ക് പണി അതാണ്. വഹുദൂരി ജനാസത്തി സ്വാലിഹി ഉമ്മത്തിഹി, റസൂലുള്ളാഹിന്റെ ഉമ്മത്തികളിൽപ്പെട്ട സ്വാലിഹീങ്ങളായ ആളുകൾ മരണപ്പെട്ടാൽ ആ മരണപ്പെട്ട ആളുകളുടെ മയ്യിത്ത് നിസ്കാരത്തിന് വേണ്ടി മയ്യിത്ത് കൊണ്ടുവന്നു വെച്ചാൽ ആ ജനാസ നിസ്കാരത്തിൽ പങ്കെടുക്കാൻ പോവാ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആ ജനാസയിൽ പങ്കെടുക്കാൻ വേണ്ടി മുത്തുനബി പോവാ. ഇതാണ് ഇപ്പൊ റസൂലുള്ളാഹിക്ക് പണി. ബിദ്അത്തുകാരൻ എഴുതി വെച്ചത് എന്താ? പ്രബോധനത്തിന് എഴുതി വെച്ചത് അള്ളാഹുവിന്റെ റസൂലിന്റെ മൃതശരീരം അത് ഖബറിന്റെ ഉള്ളിൽ അടക്കം ചെയ്യേണ്ടി വന്നത് എന്താ? ഭൗതിക ലോകത്ത് വെച്ചാൽ സാധാരണ മയ്യിത്ത് പോലെ തന്നെ അത് പൊട്ടിച്ചീഞ്ഞ് നാറിയിട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും, ജനങ്ങൾക്ക് പ്രയാസം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഭൂമിക്കടിയിൽ മറവ് ചെയ്തത് എന്നാ. അത് കേടുവരൂലെങ്കിൽ അതിന് കേടൊന്നും പറ്റി. ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ, ഭൂമിക്ക് അല്ലാഹു തആല അംബിയാവിന്റെ ജസദ് ഹറാമാക്കിയിട്ടുണ്ട്. അംബിയാവിന്റെ ജസദ് ഭൂമി തൊടൂല, ഒരു കേടും അതിന് പറ്റൂല, ഒരു രോമത്തിന് പോറേൽക്കൂല. മൂസാ നബി അലൈഹി സ്വലാം ഖബർ നിസ്കരിക്കുന്നത് കണ്ടില്ലേ? അപ്പൊ ആ ഖബറിന്റെ ഉള്ളിൽ അതേ രൂപത്തിൽ തന്നെ ഒരു കേടും സംഭവിക്കില്ല. ഭൂമി തൊടൂല ഒരൊറ്റ നബിയുടെ ഖബറിനെ, ശരീരത്തെയും ഷറഫാക്കപ്പെട്ട മുഅല്ലമായ ഒരു ശരീരത്തെയും ഭൂമി തൊടൂല എന്നത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമായിരിക്കെ അതിനൊന്നും തെളിവില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കണ്ണാടി ചില്ലിൽ ഒരു സ്ഫടികത്തിന്റെ പെട്ടിയിലാക്കിയിട്ട് ഒരു സ്ട്രെച്ചറിൽ അവിടെ കയറ്റിവെച്ച ഖിയാമത്ത് നാൾ വരെ ജനങ്ങൾക്ക് ഏറ്റവും വലിയൊരു തെളിവാകൂലായിരുന്നോ? അങ്ങനെ ചെയ്തുകൂടാ പോരായിരുന്നോ എന്ന് പ്രബോധനത്തിൽ എഴുതി. അത് കെട്ട് ചീഞ്ഞു നാറിയിട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകണ്ട വിചാരിച്ചിട്ട് ആ മണ്ണിന്റെ ഉള്ളിലാക്കിയത്. ഇത് പറഞ്ഞ ഇത് അയിമ്മത്തിന് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ്. ഇമാമിയങ്ങളെ സംബന്ധിച്ച് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ലാതാ. അള്ളാഹുവിന്റെ റസൂൽ എന്റെ കൺമുമ്പിൽ നിന്ന് കണ്ണിമ വെട്ടുന്ന സമയം ബൂസൂരി ഇമാമിന്റെ ഉസ്താദ്, ഇമാം ബൂസൂരിയുടെ ഉസ്താദ് പറയാണ്, എന്റെ കൺമുമ്പിൽ നിന്ന് കണ്ണിമ വെട്ടണ സമയം അള്ളാന്റെ റസൂൽ മാറി നിൽക്കുകയാണെങ്കിൽ മാ അഅദത്തു നഫ്സി മിനർ റിജാൽ, ആൺകുട്ടികളെ കൂട്ടത്തിൽ എന്റെ നഫ്സിനെ ഞാൻ എണ്ണൂല, പുരുഷന്മാരെ കൂട്ടത്തിൽ എന്റെ നഫ്സിനെ ഞാൻ എണ്ണൂല.
അത്രത്തോളം റസൂലുള്ളാഹിനെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കൽ അഇമ്മത്തിന്റെ സ്വഭാവമാണ്, നിത്യജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു അത്തഹിയ്യാത്ത് ഓതുന്ന സമയത്ത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയുമ്പോ ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി മുന്നിൽ അങ്ങോട്ട് വന്നിരിക്കൽ ഇമാം ശിബിലിയുടെ എല്ലാ നിസ്കാരത്തിനും പതിവായിരുന്നു. ഇതാണ് അയിമ്മത്തും ഇസ്ലാമും ലോകവും പഠിപ്പിച്ചതെങ്കിൽ ആ റസൂലുള്ളാഹിനെ തരം താഴ്ത്തുന്ന ഈ വിദ്യാർത്ഥികാരന് അള്ളാഹുവിന്റെ രക്ഷ നിനക്കുണ്ടാകട്ടെ എന്ന് പറയാൻ ഒരു സുന്നത്ത് ജമാഅത്തിന്റെ ഈ ഒരു നാവിന് അനുവദിക്കൂല, കഴിയൂല പറയാൻ. അതാ തങ്ങളോട് മുഹബ്ബത്ത്, റസൂലുള്ളാഹിനോടുള്ള മുഹബ്ബത്ത് കൊണ്ടാണ് അത് പറയുന്നത്. സലാം ചെല്ലരുത്. അപ്പോ എല്ലാ മുസ്ലിമീങ്ങളും സഹകരണമാണ്, അവർ സാമൂഹ്യ ജീവിയാണ്, സമൂഹമായി ജീവിക്കേണ്ടവരാണ്. അവരുടെ ജീവിതത്തിന്റെ പരസ്പരം ബന്ധങ്ങളും എല്ലാം പരസ്പരം അറിയണം എന്നതുകൊണ്ട് ഒരു വാക്ക് ഞാൻ അവിടെ കൂട്ടിച്ചേർത്ത് പറയുന്നത് ബിദ്അത്തുകാരൻ ഇതിൽ നിന്ന് പുറത്താണ്. ഇപ്രകാരം ഫാസിഖും അതിൽ നിന്ന് പുറത്താണ്. ഫാസിഖ് എന്ന് പറഞ്ഞാൽ ആരാ? വൻദോഷം ചെയ്യുന്നവൻ, ചെറുദോഷത്തിന്റെ മേലിൽ സ്ഥിരമായി നിലകൃതിയായി ആ ചെറുദോഷത്തെ ഓവർടേക്ക് ചെയ്യാൻ മാത്രം സൽക്കർമ്മങ്ങളില്ലാത്തവനും ഫാസിഖാണ്. വൻദോഷം ചെയ്തവനും ഫാസിഖാണ്. അവനും നിസ്സഹകരണം വേണം. ഇതല്ല മുസ്ലിമീങ്ങളുടെ സഹകരണം. സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ ആളുകളും എപ്പോഴും അപ്പോ ജമാഅത്ത് നിസ്കാരത്തിൽ മുസ്ലിമീങ്ങളുടെ എന്ന് പറഞ്ഞാൽ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളുടെ ഒരു സഹകരണ സ്വഭാവം അവിടെ ഉണ്ട്. അല്ലാഹു തആല അതിൽ ഊട്ടിയുറപ്പിച്ചിട്ടുണ്ട്. അതിൽ പരസ്പരം അവരുടെ ക്ഷേമാശ്വര്യങ്ങൾ അന്വേഷിക്കൽ അതിൽ വരുന്നുണ്ട്. രണ്ടാമത്തത് ജമാഅത്തിന്റെ ലക്ഷ്യം. ശ്രദ്ധിക്കണേ, ജമാഅത്തിന് പങ്കെടുക്കുന്നത് ആരൊക്കെ പങ്കെടുക്കും? ഇന്നിപ്പോ ഇവിടെ ജുമാഅക്ക് പങ്കെടുത്ത സുഫുകളിൽ ആരെല്ലാം ഉണ്ട്? ആലിമീങ്ങളുണ്ട്, ജാഹിലീങ്ങളുണ്ട്. ആലിമീങ്ങളും ജാഹിലീങ്ങളും സമ്മിശ്രമായി പങ്കെടുക്കുന്നത് കൊണ്ട്, വിവരമുള്ളവരും വിവരമില്ലാത്തവരും സമ്മിശ്രമായി പങ്കെടുക്കുന്നത് കൊണ്ട് ജാഹിലീങ്ങളായ വിവരമില്ലാത്ത സാധാരണക്കാരായ പൊതുജനങ്ങളെ പക്കൽ നിന്നൊരു അബദ്ധം സംഭവിക്കുമ്പോൾ ആലിമിന് അത് തിരുത്തി കൊടുക്കാനുള്ള അവസരം കിട്ടുന്നു. ഈ സാധാരണക്കാരന് ആ തെറ്റ് തിരുത്താനുള്ള അവസരം ഉണ്ടായി വരും. ഒറ്റക്ക് വീട്ടിന്റെ ഉള്ളിൽ നിസ്കരിച്ചാൽ മരിക്കോളം അങ്ങനെ നിസ്കരിക്കല്ലാതെ അതിലൊരു തെറ്റ് വരുന്നത് നോക്കാനും ആളില്ല, തിരുത്തി തരാൻ മാർഗവുമില്ല. പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കുമ്പോഴോ ഒളു ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒളു ഉണ്ടാക്കുമ്പോ ഒരു ടാപ്പിൽ നിന്ന് ഒളു ഉണ്ടാക്കുന്ന സമയം ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ, മുമ്പ് എന്തൊക്കെ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. 2-3 റമദാനിൽ ഇവിടെ 30 ദിവസം പറഞ്ഞപ്പോ 60 ദിവസം വഴന്നു പറഞ്ഞില്ല. എന്തൊക്കെ ഞാൻ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല. അതൊന്നും നോട്ട് ചെയ്ത് വെച്ചിട്ടുമില്ല, അതൊന്നും പറഞ്ഞതും ഓർമ്മയില്ല. ഇപ്പൊ മിനിഞ്ഞാന്നും 4 നാളും എന്തെന്നെ പറഞ്ഞു എന്നുള്ളതൊന്നും ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഓർമ്മയില്ല. അപ്പൊ ഞാൻ റിപ്പീറ്റ് അടിച്ചെങ്കിൽ നിങ്ങൾക്ക് അതിൽ വിഷമമൊന്നും ഉണ്ടാവരുത്. ഒരു ടാപ്പിൽ നിന്ന് ഒളു ഉണ്ടാക്കുകയാണ്, ഒരു സാധാരണക്കാരന് വന്ന് ഒരു ടാപ്പിൽ നിന്ന് ഒളു ഉണ്ടാക്കുകയാണ്. ആ ടാപ്പ് തിരിച്ചിട്ടിട്ട് ഒളു ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഭാഷ മലപ്പുറം ഭാഷയിൽ പറഞ്ഞ ഒരു കിണ്ടിന്ന് ഒരു ജവനയിൽ നിന്ന് ഇങ്ങനെ, അതൊന്നും ഇപ്പൊ ഇല്ല, അന്നത്തെ കൗമിന് അങ്ങനെ ഒളു ഉണ്ടാക്കാൻ അറിയില്ല. അങ്ങനെ ഒളു ഉണ്ടാക്കുന്ന സമയത്ത് മുഖം 3 പ്രാവശ്യം കഴുകി കഴിഞ്ഞിട്ട് ഇനി കൈയാണല്ലോ കഴുകേണ്ടത്, കൈ കഴുകേണ്ട സന്ദർഭം വന്നപ്പോൾ ഈ കയ്യിലേക്ക് എടുത്ത വെള്ളം ഇനി ഉപയോഗിക്കാൻ പറ്റില്ല. ആ വെള്ളം എന്താക്കണം? അതങ്ങ് ഒഴിവാക്കണം. ടാപ്പിൽ നിന്ന് എടുത്ത വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല. അത് ഉപയോഗിക്കണമെങ്കിൽ റുത്റാഫിന്റെ നിയ്യത്ത് ചെയ്യണമെന്നത് ഫതുഹുൽ മുഈൻ പറഞ്ഞതാ. ഫതുഹുൽ മുഈനിന്റെ ആദ്യ ഭാഗത്ത് തന്നെ കാണാം, ലൗ അദ്ഖല മുതവല്ലിഉൻ യദഹു, ഒരു ഒളു ഉണ്ടാക്കുന്ന മനുഷ്യൻ അവന്റെ കയ്യിനെ പ്രവേശിപ്പിച്ചു 2 കൊല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിൽ പ്രവേശിപ്പിച്ചാൽ എന്ന് പറഞ്ഞ മസാലന്റെ അവിടെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താ കാരണം? ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം ഒളുവിന് പറ്റുകയില്ല. ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമാണ് ഈ കയ്യിലെ വെള്ളം, അത് ഈ കയ്യിലേക്ക് ചേർന്നു. മിൻ യദിൻ ഇലാ യദിൻ ഉഖ്റ, ഫതുഹുൽ മുഈന്റെ നേരെ വാക്കാ, മിൻ യദിൻ ഇലാ യദിൻ ഉഖ്റ, ഒരു കയ്യിൽ നിന്ന് മറ്റേ കയ്യിലേക്ക് ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം ചേരൽ. അപ്പൊ ഈ കയ്യിൽ നിന്ന് ഈ കയ്യിലേക്ക് വെള്ളം ചേരുക എന്ന ഒരു വിഷയം ഇവിടെ ഉള്ളത് കൊണ്ട് 3 പ്രാവശ്യം മുഖം കഴുകിയതിനു ശേഷം ഇനി കൈയാണല്ലോ കഴുകേണ്ടത്, ഈ കൈ കഴുകാൻ വേണ്ടി ടാപ്പ് തിരിച്ചിട്ട് അതിൽ നിന്ന് വെള്ളം എടുത്താൽ ആ വെള്ളം അങ്ങ് ഒഴിവാക്കണം. ഈ വെള്ളം ഇങ്ങോട്ട് ഉപയോഗിക്കണോ, ഇവിടുന്ന് ഇങ്ങോട്ട് കയറ്റി ഉപയോഗിക്കണോ, അത് ഇതിലേക്ക് വെള്ളം എടുക്കുന്നതിന് മുമ്പ് ഇഖ്തിറാഫിന്റെ നിയ്യത്ത് കരുതിയിരിക്കണം. അതിപ്പോ സാധാരണക്കാരോട് പറഞ്ഞ മനസ്സിലാക്കി തരാൻ അതിൻ്റെതായ ക്ലാസ് ആണെങ്കിൽ അത് അതിൻ്റെതായ ഒരു ശൈലിയിൽ ആദ്യം മുതൽക്ക് തന്നെ പറഞ്ഞു വരുമ്പോൾ എളുപ്പമുണ്ട്. ഇത് ഇഖ്തിറാഫ് വേറൊന്ന് വിശദീകരിക്കണം. ഇപ്പൊ അതിലേക്ക് കടക്കല്ല. ഞാൻ ഒരു ഉദാഹരണം പറയാം. എന്തിനാ ഇപ്പൊ ഈ ടാപ്പിൽ നിന്ന് ഉണ്ടാക്കുമ്പോ എന്ന് പറഞ്ഞത്? ഹൗളിലാണെങ്കിൽ കൈയിട്ടാ പ്രശ്നം കഴിഞ്ഞ്, 2 കൊല്ലത്തിൽ കൂടുതലുള്ള വെള്ളത്തിൽ കൈയിട്ടാ അതിന്റെ ഫർള് വീടി, അതൊരു ഉപയോഗ പ്രശ്നം അവിടെ വരുന്നില്ല. അത് കോരി ആ കൈയിടലോടുകൂടി കൈയിന്റെ ഫർള് വീടി, പിന്നെ കോരിയത് കൊണ്ട് പ്രശ്നമില്ല. വൽ മുസ്തഅമിലു ഫി സുന്നത്തി തഹൂറൻ, സുന്നത്തിൽ ഉപയോഗിച്ച വെള്ളത്തിന് കുഴപ്പമില്ല. അപ്പോ ഈ കയ്യിൽ നിന്ന് ഈ കൈ ടാപ്പ് തിരിച്ച് ഒളു ഉണ്ടാക്കുമ്പോൾ മുഖം 3 വട്ടം കഴുകിയിട്ടോ
ഒരു വട്ടം കഴുകി നിർത്തിയിട്ട് കൈ കഴുകാൻ ഉദ്ദേശിക്കുകയോ ചെയ്താൽ ഈ കയ്യിലേക്ക് എടുത്ത വെള്ളം മുഖം കഴുകാൻ പറ്റൂല. അപ്പൊ ഒരു സാധാരണക്കാരൻ വന്നിട്ട് ഒതുണ്ടാക്കുന്ന സമയത്തിന് മൊയ്ലിയാര് കണ്ടാൽ എന്ത് പറയും? അല്ല കാക്ക, അങ്ങനല്ല ഒതുണ്ടാക്കരുതിട്ടാ, അങ്ങനെ ഒതുണ്ടാക്കിയാൽ ശരിയാവൂല എന്ന് പറഞ്ഞ് ഉപദേശിച്ചു തരും. കേട്ടോ, ആലിമും ജാഹിലും കൂടിയുള്ള സഹകരണത്തിന്റെ പേരിൽ ഒരു വിവരമില്ലാത്തവൻ ഒതുണ്ടാക്കുമ്പോ ജമാഅത്തിൽ വന്നിട്ട് പള്ളിയിൽ ജമാഅത്തിൽ വന്ന് സമ്മിശ്ര ജീവിതത്തിൽ ആലിമീങ്ങളും സാധാരണക്കാരനും കൂടി സമ്മിശ്രമായി ജീവിക്കുന്നതിനിടയിൽ ഒരു തെറ്റ് കണ്ടാൽ തിരുത്തി തരാൻ കഴിയും, മനസ്സിലാക്കി തരാൻ കഴിയും. ജമാഅത്തായി നിസ്കരിക്കുമ്പോ ഇമാമ് 4ാമത്തെ റക്അത്തിന് മേപ്പെട്ടിട്ട് പൊന്തി, 4ാമത്തെ റക്അത്തിൽ അത്തഹിയ്യാത്തിൽ ഇരിക്കേണ്ട ഇമാമും നൃത്തത്തിക്കാണ് പോയി. അല്ല, 3ാമത്തെ റക്അത്തിൽ അയാളാണ് ഇരുന്നു. അങ്ങനെ വെക്കുക. 4ാമത്തെ റക്അത്തിൽ പോയത് പിന്നെ പറയാം. 3ാമത്തെ റക്അത്തിൽ ഇമാം അവിടെ ഇരുന്നു. ശരിക്കും എന്ത് ചെയ്യണം? 3ാമത്തെ റക്അത്തിൽ ഖിയാമുക്ക് പോകണം. മഅ്മൂം എന്ത് ചെയ്യണം? മൂല്യന്മാർ ഇടപെടരുത്. സാധാരണക്കാർക്ക് പറയണവർക്ക് പറയാം, തെറ്റിക്കോട്ടെ, നിങ്ങൾ ബേജാറാവണ്ട, എന്താ ചെയ്യവിടെ? എന്താ ചെയ്യ? ഉറക്കനെ പറയ്. സുബ്ഹാനല്ലാഹ് അല്ലേ? സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ കരമത്തിലാവും. ഇമാമ് 3ാമത്തെ റക്അത്തിൽ അത്തഹിയ്യാത്തിൽ 3ാമത്തെ റക്അത്തിൽ ഖിയാമുക്ക് പോകേണ്ട ഇമാമ്, 3ാമത്തെ റക്അത്തിൽ ളുഹ്ർ നിസ്കരിക്കുമ്പോൾ 3ാമത്തെ നൃത്തത്തിക്ക് പോകേണ്ട ഇമാമ് അവിടെ ഇരുന്നു. മഅ്മൂം എന്ത് ചെയ്യണം? സുബ്ഹാനല്ലാഹ് പറയരുത്. പിന്നെ മഅ്മൂമ് എഴുന്നേൽക്കണം, അല്പം ഉച്ചത്തോടുകൂടി ആ തക്ബീർ ജഹ്റാക്കിയിട്ട് നീച്ചണം. മഅ്മൂമികൾ എന്ത് ചെയ്യാറ്? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ അപ്പൊ ഇയാൾക്ക് ഓർമ്മ ആവും, ഞാൻ ഇവിടെ ഇരുന്നത് ഫോൾട്ടാണ്, തെറ്റ് ഇരിക്കാൻ പാടില്ല, നൃത്തത്തിക്ക് പോകാൻ വേണ്ടത് എന്ന് ഈ തക്ബീർ കൊണ്ട് ഇശാറത്താക്കുക ആദ്യം വേണ്ടത്. തക്ബീർ കൊണ്ടുള്ള ഇശാറത്തോണ്ട് ഇയാൾക്ക് മനസ്സിലായില്ല, അയാൾ അവിടെ കുത്തുന്ന അത്തഹിയ്യാത്ത് തന്നെയാണ്. മഅ്മൂമിങ്ങൾ ഖിയാമിൽ വന്നു എന്നാ പിന്നെ ഖിയാമിൽ നിന്നിട്ടാണ് സുബ്ഹാനല്ലാഹ് എന്ന് പറയാം. ഇതൊരു സാധാരണക്കാരൻ ആലിമീങ്ങളെ കൂടെ ഇടപഴകി ജീവിച്ച് നിസ്കാരത്തിനിടയിൽ ഒരു അബദ്ധം സംഭവിച്ചാൽ എന്തുണ്ടാവും? ഇങ്ങനത്തെ വല്ല സംഗതികൾ ഇടക്കിടക്ക് ഉണ്ടായാൽ ഓർമ്മാക്കി തരാൻ കഴിയും. പറഞ്ഞ അപ്പൊ ആ അനുഭവത്തിൽ നിന്ന് സംഗതി അത് മനസ്സിലാക്കാൻ കഴിയും. ഈ അനുഭവത്തിൽ നിന്ന് നമുക്ക് ആ മസ്അല പഠിക്കാൻ കഴിയും. എത്ര 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 മസ്അലകൾ അങ്ങനെ സംഭവിക്കാം. ഇമാമ ജമാഅത്തായിട്ട് നിസ്കരിക്കാം. അപ്പൊ സാമൂഹിക ജീവിതത്തിന്റെ ജമാഅത്തിന്റെ ഒരു ഗുണം, സാമൂഹിക ജീവിതത്തിന്റെ ഗുണം ആദ്യം പറഞ്ഞത്. രണ്ടാമത്തതോ, ജാഹിലും ആലിമും വിവരമുള്ളവരും വിവരമില്ലാത്ത സാധാരണക്കാരനും ഇടപഴകി സമ്മിശ്രമായി കലർന്ന് ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോ അതിനിടയിൽ ഒരു അബദ്ധം സംഭവിച്ചാൽ ആ തെറ്റുകൾ തിരുത്താനുള്ള അവസരമുണ്ടായി സാധാരണക്കാരന് അറിവ് വർദ്ധിക്കാൻ അത് കാരണമാകും. സലാം വീട്ടിയിട്ട് ഇമാം എഴുന്നേറ്റിട്ട് എന്ത് പറയും? ഞാൻ നിസ്കാരത്തിൽ ഇങ്ങനെ ഒരു അബദ്ധം പറ്റി, ആ അബദ്ധം സംഭവിച്ചപ്പോ ഞാൻ അതിന് ഇന്ന കാര്യം ചെയ്തു, അതിന്റെ മസ്അല ഇന്നതാണ്, സാധാരണക്കാർക്കൊക്കെ മനസ്സിലായി. ഇമാം ഇപ്പോടെ 3ാമത്തെ റക്അത്തിൽ അവിടെ ഇരുന്നു, അയാൾ എഴുന്നേൽക്കണം, ഞാൻ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ അയാൾക്ക് ഓർമ്മയായിട്ട് അയാൾ എഴുന്നേറ്റു. പിന്നെ അയാൾ അത്തഹിയ്യാത്തിന്റെ ശേഷം സലാം വിട്ടു. അത്തഹിയ്യാത്ത് ഓതി കഴിഞ്ഞിട്ട് സഹ്വിന്റെ സുജൂദ് ചെയ്തിട്ടാ സലാം വിട്ടണത്. അപ്പൊ സഹ്വിന്റെ സുജൂദ് ചെയ്തപ്പോ ആ വിഷയം മഅ്മൂമിങ്ങൾക്ക് പഠിപ്പിക്കാൻ തീരുമാനിച്ചു എഴുന്നേറ്റുന്നു. അപ്പൊ സാധാരണക്കാരൻ ആ മസ്അല കിട്ടി. ഇതൊക്കെ കിട്ടൂലേ? ഇത് ജമാഅത്തിന്റെ ഉപകാരമല്ലേ? 3ാമത്തെ ഉപകാരമാണ് ഏറ്റവും വലുത്, പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ശറഅ് പറയുന്നു, കിതാബുകളിൽ വിവരിക്കുന്നു, لأن الناس متفاوت بالإيمان. ഈമാനിന്റെ കാര്യത്തിലും ഇൽമിന്റെ കാര്യത്തിലും തഖ്വന്റെ കാര്യത്തിലും ജനങ്ങൾ പല തട്ടിലാണ്. ആലിമീങ്ങൾ നിസ്കാരത്തിൽ പങ്കെടുക്കുന്നത് കൊണ്ട്, സ്വാലിഹീങ്ങളായ ആളുകൾ നിസ്കാരത്തിൽ പങ്കെടുക്കുന്നത് കൊണ്ട്, എല്ലാവരും ഒരുമിച്ച് ഒരൊറ്റ പ്രാർത്ഥന റബ്ബിലേക്ക് സമർപ്പിക്കുന്നത് കൊണ്ട് സാധാരണക്കാരായ ജനങ്ങളെ, നിങ്ങളുടെ നിസ്കാരം അല്ലാഹു തആല കബൂൽ ചെയ്യാൻ, നമ്മുടെ നിസ്കാരം അല്ലാഹു കബൂൽ ചെയ്യാൻ താമസമുണ്ടെങ്കിൽ ഈ സദസ്സിൽ പങ്കെടുത്ത ഉലമാഇന്റെ പ്രാർത്ഥന കൊണ്ട്, ആ ഉലമാഇന്റെ ആമീൻ പറച്ചിൽ കൊണ്ട് അതാ ആ നിസ്കാരം അല്ലാഹു കബൂൽ ചെയ്യാൻ കാരണമാകുന്നു. വലിയ ഒരു തവസ്സുലാണ് ഇവിടെ സംഭവിക്കുന്നത്. സാധാരണക്കാരന്റെ നിസ്കാരം ആലിമീങ്ങളെ നിസ്കാരത്തിന്റെ കൂട്ടത്തിലായിക്കൊണ്ട് അല്ലാഹു സ്വീകരിക്കുന്നു. നമ്മളൊരു ഫാത്തിഹ വിളിക്കും, അൽ ഫാത്തിഹ. ആ ഫാത്തിഹ വിളിച്ചിട്ട് എന്ത് ചെയ്യുന്നറിയോ? ആദ്യം നമ്മൾ പറയും, اللهم اوصل مثل ثواب ما قرأناه هدية مقبولة إلى حضرة النبي المصطفى محمد صلى الله عليه وسلم.
അത് റസൂലുള്ളാഹിക്ക് ഒരു കൊടുതിയാൻ കൊടുത്തു. ഒരു ഫാത്തിഹ ഓതിയിട്ടുള്ളൂ, റസൂലുള്ളാഹിക്ക് ഒരു കൊടുതിയാൻ കൊടുത്തു. അത് ചെറിയ കൊടുതിയൊന്നുമില്ല. റസൂലുള്ളാഹിക്ക് കൊടുക്കുമ്പോൾ ഒരു കാര്യപ്പെട്ട കനത്ത കൊടുക്കൽ കൊടുക്കുമല്ലോ. പിന്നെ അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങി. റസൂലുള്ളാഹിന്റെ കഴിഞ്ഞകാല അമ്പിയാക്കന്മാരും മുർസലീങ്ങൾക്ക് മുഴുവനും, റസൂലുള്ളാഹിന്റെ ഭാര്യമാർക്കും മക്കൾക്കും അസ്ഹാബുൽ ബദരീങ്ങൾക്കും മുഹദീങ്ങൾക്കും റസൂലുള്ളാഹിന്റെ മുഴുവൻ സ്വഹാബത്തിനും ഒരു ഫാത്തിഹ ഇവൽക്കൊക്കെ കൂടി കൊടുക്കുകയാണ്. ഇപ്പത് എല്ലാവർക്കും കൊടുത്തു. സ്വഹാബത്തിനും കൊടുത്തിട്ട് മതിയായില്ല. അഖ്താബുൽ അർബഅത്തിന് കൊടുത്തു, അയിമ്മത്തുൽ അർബഅത്തിന് കൊടുത്തു. പിന്നെ ഉള്ള അയിമ്മത്തുൽ ദീനിന്റെ ഇമാമിങ്ങൾക്ക് മുഴുവനും കൊടുത്തു. ഉള്ള ഔലിയാക്കന്മാർക്കൊക്കെ കൊടുത്തു. സ്വാലിഹീങ്ങൾക്ക് മുഴുവൻ കൊടുത്തു. ദുന്യാവിലുള്ള എല്ലാ മൂമിനീങ്ങൾക്കും കൊടുത്തു. മൂമിനാത്തുകളായ പെണ്ണുങ്ങൾക്കും കൊടുത്തു. നമ്മളപ്പോ വിളിച്ചത് എന്തിനാ? ബാപ്പ മരിച്ച ആണ്ടിന് ബാപ്പാക്ക് ഒരു യാസീൻ ഓതി ദ്വാരക്കാനാ പെരക്കാരൻ നമ്മളെ വിളിച്ചത്. ഈ യാസീനാണ് ഇപ്പൊ ഈ ദുന്യാവിലുള്ളവർക്ക് മുഴുവൻ കൊടുത്തത്. കൊടുത്തിട്ട് ഇപ്പൊ അവസാനം ഖാസത്തൻ ഇലാ ഹളറത്തി മന്നവൈന, ഞങ്ങൾ ഇവിടെ ഉദ്ദേശിച്ച ആക്കും കൊടുക്കണേ. എന്താ ഫാത്തിഹ? ഒരു ഫാത്തിഹ ഓതിയിട്ട് ഈ കണ്ട ലക്ഷക്കണക്കിന് മനുഷ്യന്മാർക്ക് മുഴുവൻ കൊടുത്തിട്ട് അവസാനം പ്രത്യേകിച്ച് വാപ്പാക്ക് കൊടുക്കണേ. അങ്ങനെ എന്തിനാ പറഞ്ഞു? എടാ അങ്ങനെ പറഞ്ഞാലേ എന്റെ വാപ്പാക്ക് കിട്ടുള്ളൂ. എന്താ? നമ്മളൊരു ഫാത്തിഹ ഓതിയത് അല്ലാഹ് കബൂൽ ചെയ്യുമോ? നമ്മളൊരു ഫാത്തിഹ കബൂൽ ചെയ്യാൻ മാത്രം നമുക്ക് കപ്പാസിറ്റി ഉണ്ടോ? നമ്മൾ ഓതിയ ഫാത്തിഹ അല്ലാഹു കബൂൽ ചെയ്യുന്നു വല്ല ഗ്യാരണ്ടി നമുക്കുണ്ടോ? അത് സ്വീകരിച്ചിട്ട് അയാൾക്ക് അല്ലാഹ് കൊടുക്കുമെന്ന വല്ല ഗ്യാരണ്ടി നമുക്കുണ്ടോ? അയാൾ ആ ഫാത്തിഹ കിട്ടാൻ അർഹതപ്പെട്ടവനാണോ? അപ്പൊ അത് രണ്ടും നമുക്ക് വിശ്വസിക്കാൻ വയ്യ. പടച്ചവരെ, ഞാൻ അതിന് അർഹനാണോ? ഞാൻ എത്ര തെറ്റ് ചെയ്തവരാണ്? ഞാൻ നിന്നോട് ചോദിച്ചാൽ അതിന് നീ ഉത്തരം തരാൻ പറ്റിയവനാണോ? അതുകൊണ്ട് എന്ത് ചെയ്തു? ഞാനൊരു ഫാത്തിഹ ഓതിയിട്ട് റസൂലുള്ളാഹിക്ക് കൊടുത്താൽ റസൂലുള്ളാഹിനെ വിചാരിച്ച് എന്തായാലും അത് കൊടുക്കുമല്ലോ. അള്ളാഹുവിന്റെ റസൂലിന്റെ മേലിൽ ഒരാൾ ഒരു സംഗതി ഹദിയ ചെയ്താൽ അള്ളാഹ് തട്ടൂല. അതാണല്ലോ ഒരു കാഫിർ സലാത്തല്ലിയാലും കൂലിട്ടുന്ന, കാഫിർ സലാത്തല്ലിയാലും കൂലിട്ടുന്ന. എന്തേ? അതാ ചെല്ലണോനെ നോക്കിയിട്ടല്ല, ആരെ പേരിലാ ചെല്ലിയത് നോക്കിയിട്ടാ. ഇബ്നു ഹജറുൽ അസ്ഖലാനി ഫത്ഹുൽ ബാരി പറഞ്ഞിട്ടുണ്ട്, ഒരു കാഫിർ സലാത്തല്ലിയാ കൂലി കിട്ടും. നബിദിന ഘോഷയാത്ര, കുട്ടികളെ മദ്രസയിലെ ഘോഷയാത്ര സംഘടിപ്പിച്ചു പോകുമ്പോ ഒരു കാഫിർ ഒരു പാക്കറ്റ് മുട്ടായി വാങ്ങിയിട്ട് ബരിക്ക് ആ കുട്ടികളെ കയ്യിൽ ഇങ്ങനെ ഓരോ മുട്ടായി വെച്ചു കൊടുത്താൽ ഈ കൊടുകാത്തറായ BJP-കാരന് RSS-കാരന് അതിന്റെ കൂലി അവന് കിട്ടുന്ന. എന്തേ? അത് അവനെ നോക്കിയിട്ടല്ല, ആരെ പേരിലാ കൊടുത്തത് നോക്കിയിട്ടാണ്. ആ ആളെ വിചാരിച്ചിട്ട് അല്ലാഹു തട്ടിക്കളിയില്ല. അപ്പൊ നമ്മളൊരു ഫാത്തിഹ ഓതിയിട്ട് റസൂലുള്ളാഹിക്ക് കൊടുത്താൽ അല്ലാഹ് സ്വീകരിച്ചു എന്നർപ്പാ. എടാ, സ്വീകരിക്കണ പണി ചെയ്തിട്ട് വേണം ഇവിടെ ഇത് കിട്ടാൻ. ഈ ബാപ്പാക്ക് കിട്ടാനാ ഈ കണ്ട പണിയൊക്കെ ചെയ്തത്. എന്തിന്? ആ മഹാന്മാരുടെ പേരിൽ മുഴുവനും കൊടുക്കുമ്പോൾ അല്ലാഹു തആല ഇഷ്ടപ്പെട്ട അവന്റെ മെഹബൂബീങ്ങളായ ആളുകൾക്ക് നമ്മളൊരു ഫാത്തിഹ ഓതിയിട്ട് സമർപ്പിച്ച് നമ്മൾ കുറച്ച് മോശക്കാരാണെങ്കിൽ തന്നെ അല്ലാഹ് അവന്റെ മെഹബൂബീങ്ങളായ ഔലിയാക്കന്മാർക്ക് ഇത് കൊടുത്തിരിക്കുമെന്നത് ഉറപ്പാണ്. അപ്പൊ പിന്നെ ആ കൂട്ടത്തിന് നമ്മളെ ബാപ്പാനായിട്ട് അല്ലാഹ് എന്താക്കൂല, മാറ്റി നിർത്തൂല. അതാണ് ബാപ്പാക്ക് വേണ്ടി ഒരു സ്വലാത്തുൽ ജമാഅത്തി അഫ്ളലു മിൻ സ്വലാത്തിൽ ഫദ്ദി ബി 27 ദറജ വഫീ റിവായത്തിൻ ബി 25 ദറജ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ജമാഅത്തായുള്ള നിസ്കാരം ഒറ്റക്കുള്ള നിസ്കാരത്തെക്കാൾ, ജമാഅത്തിന് സൗകര്യപ്പെട്ടിട്ട് ഒറ്റക്ക് നിസ്കരിക്കുന്നതിനാ ഫദ്ദ് എന്ന് അറബി പറയാം. ഫദ്ദ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഒരാൾക്ക് ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കെ അതിൽ പങ്കെടുക്കാതെ ഒറ്റക്ക് നിസ്കരിക്കുന്നതിന് ഉപയോഗിക്കുന്ന പദപ്രയോഗമാ ഫദ്ദ്. ഒറ്റക്ക് എന്നതിന് അറബിയിൽ എന്തെല്ലാം പദമുണ്ട്? മുൻഫരിദൻ, ഒറ്റക്ക് എന്നതിനർത്ഥം. അപ്പൊ സ്വലാത്തുൽ ജമാഅത്തി അഫ്ളലു മിൻ സ്വലാത്തിൽ മുൻഫരിദൻ എന്ന് പറഞ്ഞൂടെ? അപ്പൊ ഈ പദം ഉപയോഗിച്ചതിന്റെ പിന്നിൽ ആ പദത്തിനൊരു അർത്ഥം ഉണ്ടാവുമല്ലോ. എന്താണ് ആ പദത്തിന്റെ ഉദ്ദേശ്യം? സ്വലാത്തുൽ ജമാഅത്തി, ജമാഅത്ത് നിസ്കാരം, അഫ്ളലു മിൻ സ്വലാത്തിൽ ഫദ്ദി, ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. ഒറ്റക്ക് നിസ്കരിക്കുക എന്ന് പറഞ്ഞത് ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഒരാൾക്ക് ജമാഅത്തിൽ പങ്കെടുത്ത് ജമാഅത്ത് നിസ്കരിക്കാൻ സൗകര്യമുണ്ടായിട്ട് പങ്കെടുക്കാതെ ഒറ്റക്ക് നിസ്കരിക്കുക. ജമാഅത്തിന് തീരെ സൗകര്യമില്ലാത്ത ആളാണെങ്കിലോ? ഒരാൾക്ക് ജമാഅത്തിന് ഒരു സൗകര്യവുമില്ല, അങ്ങനത്തെ ഒരു സ്ഥലത്താണ് അയാൾ ചെന്നുപെട്ടത്. അപ്പൊ അങ്ങനത്തെ ഒരാളെ സംബന്ധിച്ചല്ലേ ഈ പറഞ്ഞത്. ജമാഅത്തിന് പോകാൻ സൗകര്യമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ജമാഅത്തായിട്ട് നിസ്കരിക്കുക എന്നത് 27 ദറജ ഇരട്ടി കൂലിയാണ്. 27 ളുഹർ നിസ്കരിച്ച കൂലിയാണ്. ഒരു ളുഹർ ജമാഅത്തായിട്ട് നിസ്കരിച്ച 27 ളുഹർ നിസ്കരിച്ച കൂലിയാണ്.
ഒരു റിവായത്തിൽ 25 എന്നുണ്ട്. അപ്പൊ ഹദീത്തിന്റെ റിവായത്തിൽ വ്യത്യാസം വന്നപ്പോ ഇമാമുകൾ എന്ത് ചെയ്തു? ആ ഹദീത്തിനെ രണ്ടും കൂടി സംയോജിപ്പിച്ചു, അതിനെ ജമ്മു ചെയ്തു. ആ ഹദീത്തിനെ രണ്ടും കൂടി ജമ്മു ചെയ്തു. എങ്ങനെയാ ഈ ഹദീത്തിനെ സംയോജിപ്പിച്ചത്? 27 ഇരട്ടി കൂലി കൂടുതൽ എന്ന് പറഞ്ഞത് മഗ്രിബ് ഇശാ സുബഹി രാത്രിയിൽ ജഹ്റാത്ത് നമസ്കാരത്തിനുമാണ് എന്ന് അയിമത്ത് ഈ ഹദീത്തിനെ ജമ്മു ചെയ്തു. ഒരു കേട് പറ്റാത്ത കോലത്തിൽ ആ ഹദീത്തുകൾ രണ്ടും കൂടി അയിമത്ത് ജമ്മു ചെയ്തു. അപ്പൊ ജമ്മു ചെയ്തത് ഹദീത്തില് 2 റിവായത്താ. 27 ദറജാത്ത് ഒരു ഹദീത്തില്, 25 ദറജാത്ത് ഒരു ഹദീത്തിൽ. എന്താ ഇപ്പൊ അള്ളാന്റെ റസൂലിന്റെ ഒരു സ്ഥിരത? പലപ്പോഴും പലതും പറയാ, ഈ പറഞ്ഞ സാഹചര്യം ഇതാണല്ലോ ഇമാമിങ്ങൾ ചെയ്തത്. വിദ്യാർത്ഥികാരൻ ഇതാണല്ലോ പറ്റാത്തത്. വിദ്യാർത്ഥികാരൻ ഒന്നിമ പിടിക്കും. അള്ളാന്റെ റസൂൽ അങ്ങനെ ഒന്ന് അതാ ശരി, ഇതാ നമ്മളതല്ല. ആ പറഞ്ഞ സാഹചര്യം ഏതാ നോക്കി, ഈ പറഞ്ഞ സാഹചര്യം ഏതാ നോക്കി. അപ്പൊ അത് ളുഹ്ർ അസ്റിനെ സംബന്ധിച്ചാണ്, ഇതോ മഗ്രിബ് ഇശാ സുബഹിയെ സംബന്ധിച്ചാണ്. ഇപ്പൊ റസൂലുള്ളാഹിന്റെ 2 വാക്കിന് വല്ല കുഴപ്പമുണ്ടോ? രണ്ടും തള്ളണോ? വേണ്ട, രണ്ടും സ്വീകരിച്ചൂടെ? അതല്ലേ സുന്നത്തി ജമാഅത്ത് പറഞ്ഞത്. ഒരു ഹദീത്ത് പറഞ്ഞ ആ ഹദീത്തിന്റെ സാഹചര്യം മനസ്സിലായി അതിന്റെ അർത്ഥം ഇന്നതാണ്. ഈ സദസ്സിലേക്ക് വന്ന ഒരാളോട് അവിടെ അങ്ങനെ നിൽക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ ഇരിക്കുക. അങ്ങനെയാണോ? അവിടെ അങ്ങനെ നിൽക്കടാന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം ഇരിക്കുക. ഒരാളോട് പറഞ്ഞു അവിടെ ഇരുന്നോ? അല്ല, ഞാൻ ഇവിടെ നിന്നോളാറ്. കുറച്ചുകൂടി കഴിഞ്ഞപ്പോ പിന്നെയും പറഞ്ഞു അവിടെ ഇരുന്നോളൂ. അപ്പൊ പറഞ്ഞു ഞാൻ ഇവിടെ നിന്നോളാറ്. പിന്നെയും പറഞ്ഞു അവിടെ ഇരുന്നോ? ഞാൻ ഇവിടെ നിന്നോളാറ്. ഇയാൾ അവിടെ അങ്ങനെ നിൽക്കുന്ന. അപ്പൊ കുറച്ചേ പറഞ്ഞു ഞാൻ അവിടെ അങ്ങനെ നിൽക്ക്. എന്താ അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം? നിൽക്കുന്നാണോ? അല്ല, നിൽക്ക് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇരിക്കുക. ഇത് ഈ സദസ്സ് പങ്കെടുത്ത് നിങ്ങൾക്ക് മനസ്സിലായി. മൈക്കിലൂടെ എന്റെ ശബ്ദം കേട്ട പുറത്തുള്ള ആൾക്കാർ എന്താ പറയാ? പ്രസംഗം നടന്നുകൊണ്ടിരിക്കെ ഒരാളോട് എഴുന്നേറ്റിക്കാൻ പറഞ്ഞു എന്ന് അർത്ഥം വെക്കും. ചിലപ്പോ അയാൾ സദസ്സിൽ നിങ്ങൾ എന്ത് പറയും? നിൽക്കുന്ന ഒരാളോട് ഇരിക്കാൻ പറഞ്ഞു എന്ന് അർത്ഥം വെക്കും. ഞാൻ പറഞ്ഞത് എന്താ? നിൽക്കുന്ന. അതിന്റെ അർത്ഥം എന്താ? ഇരിക്കുന്ന. നിങ്ങൾക്കത് മനസ്സിലായി? ഇത് സാഹചര്യം മനസ്സിലാക്കി നിങ്ങൾ എഴുതി വെച്ചു. ആ നിൽക്ക് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇരിക്കുക എന്നാണ്. ഇത് മനസ്സിലാക്കി അയിമത്ത് വിശദീകരിച്ചപ്പോ ഹദീസുകൾക്കൊന്നും ഒരു കുഴപ്പമില്ല. ഇത് മനസ്സിലാക്കി വേണം മനസ്സിലാക്കാനാണ് ഇമാമുകളുടെ വാക്കുകൾ സ്വീകരിക്കണം. ഈ ഹദീത്തിന്റെ അർത്ഥം പറയുന്നിടത്ത്, ആയത്തിന്റെ അർത്ഥം പറയുന്നിടത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഖുർആനിൽ കാണാം വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ, വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ. കിതാബ് മുഅല്ലിമിന്റെ ദർസ് കൊണ്ടുപോയി ചേർത്താല് മീസാൻ എന്ന കിതാബ് ഓതി കൊടുക്കുമ്പോൾ മുളാരിയ ഫെയിലിനെ മംഫിയാക്കാൻ അതിന്റെ തലക്കൽ ലാന ചേർത്ത് കൊടുക്കും. യഫ്അലു എന്ന ഫെയില് മുസ്ബത്താണ്, അതിനെ മംഫിയാക്കാൻ എന്താ ചെയ്യേണ്ടത്? ഫസിദ് ഫി അവ്വലിഹി ലാ, അതിന്റെ തുടക്കത്തിൽ ലാന കൂട്ടിക്കോ. ലാ യഫ്അലു, ലാ യഫ്അലു അർത്ഥം എന്താ? ചെയ്യൂല. യഫ്അലു